നമസ്കാരം. ആക്ടിവിറ്റി 2.2 റോൾ സ്റ്റോമിംഗ് എക്സസൈസാണ് സിലബസിൽ എഴുതിയിരിക്കുന്നത്. സ്റ്റുഡൻസ് അസ്യൂം 2 ഡിഫറെൻറ്റ് റൂൾസ്. ആ ഡിഫറെൻറ്റ് റൂൾസ് എന്ന് പറയുന്നത് ഒന്ന് അവരുടെ പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ അല്ലെങ്കിൽ മെൻറ്റർ. രണ്ടാമത്തെ റോൾ അവർ അസ്യൂം ചെയ്യേണ്ടത് അവരുടെ പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്, സിബ്ലിംഗ്, കസിൻ, ഏറ്റവും അവർക്ക് അടുപ്പമുള്ള, അവരെ ഏറ്റവും കൂടുതൽ അറിയാം എന്നവർ വിചാരിക്കുന്ന ആളെ ആ റോൾ അവർ സ്വീകരിച്ചിട്ട് അവർ സ്ട്രെങ്ത്, ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്, കൺസേൺസ്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുക എന്നുള്ളതാണ്. റോൾ സ്റ്റോമിംഗ് എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്കാണ്. ദാറ്റ് ഇൻവോൾവ്സ് റോൾ പ്ലേയിങ്ങിന് മറ്റൊരാളുടെ റോള് നമ്മൾ അസ്യൂം ചെയ്യാം. ഇത്തരത്തിൽ റോൾ സ്റ്റോം ചെയ്ത് സ്റ്റുഡൻസ് ടേക്കിംഗ് അപ്പ് ദ റോൾ ഓഫ് ദെയർ പാരൻസ്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന എയോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണിത്. where students take on the role of their parents can provide enhanced empathy and understanding. പാരൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കുട്ടികൾ അവരെ തന്നെ നോക്കിക്കാണുകയാണ്. അതൊരു കൂടുതൽ ബെറ്ററായിട്ട് അവരുമായിട്ടുള്ള ഫാമിലി കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ബെറ്റർ ആക്കാനും ജനറേഷൻ ഗ്യാപ്സ് ബ്രിഡ്ജ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗൂഗിൾ ഫോം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് മുമ്പ് ഞാൻ ലൈഫ് സ്കിൽ കോഴ്സ് എടുത്തിരുന്നപ്പോൾ കൊടുത്തിരുന്ന ഫോമാണ്. അപ്പം അതിനകത്ത് ഈ സിലബസിൽ പറയുന്ന പോലെ സ്ട്രെങ്ത്, ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്, കൺസേൺസ്, ഏരിയാസ് ഇൻ വിച്ച് ഹി ഓർ ഷീ ഹെസിറ്റേറ്റ്സ് ടു ടേക്ക് അഡ്വൈസ്, ഗോൾസ്, എക്സ്പെക്ടേഷൻ, അങ്ങനെ ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാം. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യുകയും ചെയ്യാം. ആയിട്ട് ഞാനൊന്ന് അതിൻ്റെ അന്ന് കിട്ടിയ റെസ്പോൺസസും കാണിക്കാം. സ്ട്രെങ്ത്സിൽ വന്ന റെസ്പോൺസസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പെൺകുട്ടി അവളുടെ പാരന്റിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണ്, ഷീ ഈസ് ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് എനി സിറ്റുവേഷൻ. ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഷീ വോണ്ട് മേക്ക് ഇറ്റ് ട്രബിൾ ഫോർ others because in whatever she think she do she have a concern for others. അങ്ങനെ ഓരോരുത്തരും അവരുടെ പാരൻസിൻ്റെ ഇതിൽ നിന്നും എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു കുട്ടികൾക്ക് അങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ പാരൻസിൻ്റെ ഇതിൽ നിന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ചോദ്യം എന്ന് പറയുന്നത് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻ്റ് ആണ്. ടീം അവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട് ഹി ക്യാൻ ഇംപ്രൂവ് ഇൻ ഇൻറ്ററാക്ഷൻ വിത്ത് പീപ്പിൾ, അങ്ങനെ പല കാര്യങ്ങളും അവർ എഴുതിയിട്ടുണ്ട്. കൺസേൺസ്, ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ ബോതേർഡ് അബൌട്ട് ഹെർ ഹെൽത്ത് ആൻഡ് ഓൾവേസ് ഹെസിറ്റേറ്റ് ടു വേക്ക് അപ്പ് ഏർലി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ പാരൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു എംപതൈസ് ചെയ്തും കൂടി എഴുതുന്നതാണ്. ഹെസിറ്റേറ്റ് ടു ടേക്ക് അഡ്വൈസ് എന്നുള്ളതിൽ ഹി ഹെസിറ്റേറ്റ് ടു ടേക്ക് എക്സസൈസ് റെഗുലർലി. പിന്നെ അവരുടെ ഗോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് വളരെ രസകരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ വാണ്ട് ഹെർ ടു ബി എ സക്സസ്ഫുൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ആൻഡ് ദാറ്റ് ഈസ് ഹർ അൾട്ടിമേറ്റ് ഗോൾ. റോൾ സ്റ്റോമിംഗ് സാധാരണ കമ്പനികളിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. കാരണം കസ്റ്റമറിൻ്റെ റോളിൽ, ചെരുപ്പ് കമ്പനിയാണെങ്കിൽ ഈ ചെരുപ്പ് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബാഗ് ഉപയോഗിക്കുമ്പോൾ കസ്റ്റമറിന് എന്തൊക്കെയാണ് ആവശ്യം എന്ന് ഗെറ്റിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ കസ്റ്റമർ അവർ ആലോചിക്കുകയാണ് എന്തൊക്കെയായിരിക്കും റിക്വയർമെൻറ്റ്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോഴാണ് വളരെ ക്രിയേറ്റീവായിട്ടും ഡൈവേഴ്സ് ആയിട്ടുള്ള ഐഡിയാസ് വരുന്നത്. അല്ലാതുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ കൺസ്ട്രൈൻസിൽ നിന്നിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുക. റോൾ സ്റ്റോമിംഗ് എക്സസൈസ് 1 പാരൻറ്റും ഫ്രണ്ടും ആണെങ്കിൽ രണ്ടാമത്തതിൽ ടീച്ചറുടെ റോളാണ് അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് സ്കിൽസ് റിക്വയർഡ് ആസ് എ ബിടെക് ഗ്രാജുവേറ്റ്, ആറ്റിറ്റ്യൂഡ്സ്, ഹാബിറ്റ്സ്, അപ്രോച്ച് ടു ബി പ്രാക്ടീസ് ഡ്യൂറിങ് ദ ബിടെക് കേസ്. അപ്പോൾ ഈ രണ്ട് റോൾ സ്റ്റോമിംഗ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ പാരൻറ്റിൻ്റെ പെർസ്പെക്റ്റീവും ടീച്ചറുടെ പെർസ്പെക്റ്റീവും മനസ്സിലാവുകയും അവരുടെ സ്കില്ല് ഈ ഒരു പ്രോസസ്സിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും അവനവൻ്റെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടൊപ്പം ഒരു ബിടെക് ഗ്രാജുവേറ്റിന് വേണ്ട സ്കില്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇത് അടുത്ത 2.4 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ ഈ സ്കില്ല് ഒരുമിച്ചിരുന്ന് ഈ സ്കിൽസിൻ്റെ കാര്യത്തിൽ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ആ ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കിട്ടുന്ന സ്കില്ലെന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ഉണ്ട്, അവനവനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്, സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾ സെറ്റിങ്ങിൻ്റെ പിന്നെ സെൽഫ് അവയർനെസ് വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് കൺവേർജ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് സ്കിൽസിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ടൂളിനെ പറ്റി പഠിക്കുകയും അത് ഉപയോഗിച്ച് പഠിക്കുകയും ചെയ്യും. ഇങ്ങനെ റോൾ സ്റ്റോമിംഗ് എക്സസൈസ് നടത്തിയതിന് ശേഷമുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ട് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ മൈൻഡ് മാപ്പിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. മൈൻഡ് മാപ്പ് തയ്യാറാക്കാനായി ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതിലൊരു ടൂളാണ് Koggle.it. അതുപോലെ ഒട്ടനവധി ടൂൾസ് ഉണ്ട്. റോൾ സ്റ്റോമിംഗ് എക്സസൈസിലൂടെ ഐഡന്റിഫൈ ദ സ്കിൽസ് എല്ലാ ഗ്രൂപ്പിൻ്റെയും ചേർത്ത് ഒരൊറ്റ മൈൻഡ് മാപ്പ് ആക്കിയതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രാക്ടിക്കൽ സ്കിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവാനുള്ള സ്കിൽസ്, ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഓരോ
ഓരോരുത്തരുടെ ക്ലാസ്സിലും നമ്മൾ ചെയ്യുമ്പോൾ ഈ കാറ്റഗറൈസേഷനൊക്കെ കുറച്ച് വ്യത്യാസം വരുമായിരിക്കും. ഇത്തരത്തിലുള്ള എക്സസൈസിലൂടെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഓണർഷിപ്പും വരും. അവരൊരുമിച്ച് ആലോചിച്ച് അവർ എത്തിയതാണ്. ഇതിലൂടെ അവർ കടന്നുപോയി. നമ്മൾ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന പോലെയല്ല, ഇവരതൊരു ഇൻക്വയറി ബേസ്ഡ് ആയിട്ട് അവർ തന്നെ കണ്ടെത്തി അവർ പറയുന്നതാണ്. ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റിയിലൂടെയും പാരൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും പെർസ്പെക്റ്റീവിലൂടെ ടീച്ചറിൻ്റെയും പെർസ്പെക്റ്റീവിലൂടെ ആലോചിച്ചും ഒക്കെ അവർ തന്നെ എത്തിച്ചേർന്ന സെറ്റ് ഓഫ് സ്കിൽസാണ് നമ്മൾ മാപ്പിലൂടെ കാണിക്കുന്നത്. ഇതിൽ വരാത്ത ചില സ്കിൽസും ഒക്കെ ഉണ്ടാവുമായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ ഇത്രയും സ്കിൽസിലൂടെ ഇവർ ആ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കമ്പണൻ്റ് എന്ന് ഇവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഔട്ട്കം. താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ലൈഫ് സ്കില്ലിംഗ്.